ജീവിതത്തിൽ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ കയ്യിൽ കാശ് നിൽക്കുന്നില്ല. പല ആളുകളുടെയും പരാതിയാണത് അല്ലേ? ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. നല്ല വർക്ക് കിട്ടുന്നുണ്ട്. നല്ല ജോലിയുണ്ട്, പണിയുണ്ട്, ശമ്പളമുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ല. അപ്പോൾ ഈ അധ്വാനിച്ച കാശൊക്കെ എവിടെ? അതിങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത് പല ഭാഗങ്ങളിലൂടെയും ചിലവായിപ്പോയി. എന്തിനാണ് ചിലവാക്കിയതെന്ന് ചിലപ്പോൾ നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അതാണ് പല ആൾക്കാരുടെ അവസ്ഥ. ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്, ഉസ്താദെ കയ്യിൽ കിട്ടുന്ന പൈസ അങ്ങനെ ചിലവായി പോകണം, എന്താ ചെയ്യുക, ഒരു പിടുത്തല്ല. അങ്ങനെയൊക്കെ ഭയങ്കര സങ്കടം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ ചിലവായി പോകുന്നത്, കയ്യിൽ നിൽക്കാത്തത് എന്നും പറഞ്ഞു തരാം. ഇനി കയ്യിൽ ഇൻഷാ അള്ളാ പണം നിൽക്കാൻ, നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന കാശ് അത് നിങ്ങളെ കയ്യിൽ നല്ല സേവിങ്സ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു അമല് കൂടെ ഞാൻ പറയാൻ പോവാണ് ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയയിലെ കൂട്ടുകാരെ, ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അല്ലേ? ഇൻഷാ അള്ളാ ഒരുപാട് തിരക്കുകളെ കൊണ്ടും ഒരുപാട് യാത്രകളെ കൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാൻ ഒരുപാട് താമസം പിടിച്ചത്. ഇൻഷാ അള്ളാ അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ വീഡിയോസ് നിരന്തരം കാണുന്ന ഒരുപാട് ആളുകൾ, അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. പിന്നെ നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണക്ക് നോക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് അത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് കുറേ ആളുകൾ മെമ്പർഷിപ്പ് എടുത്തു, അത് കണ്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ബാക്കി ഇൻഷാ അള്ളാ വിടുന്നതാണ്. അതിനാരും തിരക്ക് കൂട്ടണ്ട. മെമ്പർഷിപ്പ് എടുത്ത ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ തിരക്ക് കൂട്ടരുത്. അത് സൗകര്യം പോലെ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അത് കണക്ക് നോക്കുന്നതും നമ്മുടെ സിറ്റുവേഷൻ ചില സമയത്ത് നമുക്ക് എന്തു പറ്റിയെന്ന് അറിയാൻ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് നമുക്ക് തന്നെ കണക്ക് കൂട്ടി നമ്മുടെ പേര് വെച്ച് നോക്കാൻ പറ്റുന്ന ഒരു അമലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് മാത്രമേ അത് പഠിപ്പിക്കുന്നുള്ളൂ. ഇൻഷാ അള്ളാ ആ മെമ്പർഷിപ്പ് എടുത്ത് ബാക്കി വീഡിയോക്ക് കാത്തിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. ഇൻഷാ അള്ളാ ആ വീഡിയോ ഇൻഷാ അള്ളാ നമ്മൾ പതിയെ പതിയെ ഇടുള്ളൂ. ക്ഷമയോടുകൂടി നിങ്ങൾ ഇരിക്കുക, അത് പതിയെ പതിയെ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണ്? നമ്മുടെ കയ്യിൽ പണം നിൽക്കുന്നില്ല, പണം വരാനും വന്ന പണം ചിലവാകാതെ കയ്യിൽ നിൽക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. 3 കാരണങ്ങളെ കൊണ്ടാണ് ഈ പണം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നത്. ഒന്നാമതായിട്ട്, എത്ര കിട്ടിയിട്ടും ആ പൈസ കയ്യിൽ നിൽക്കാത്തത് ബറക്കത്തില്ലാത്ത പൈസ ആയതുകൊണ്ടാണ്. ബറക്കത്തില്ലാത്ത പൈസ ആയതുകൊണ്ടാണ് കയ്യിൽ നിൽക്കാത്തത്. അപ്പോൾ ഹറാമ് കലരാത്ത സമ്പാദ്യം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമതായിട്ട് അത് പറയാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ തന്നെ അശ്രദ്ധയാണ് ഒന്നാമത്തത്. നമ്മൾ ഈ അനാമത്ത് ചിലവ്, വെറുതെ ആവശ്യമില്ലാത്ത കുറേ ചിലവുകളൊക്കെ, അതൊക്കെയാണ് മാറ്റി നിർത്തുക. ഹറാമിലേക്കുള്ള ചിലവുകളൊക്കെയാണ് മാറ്റി നിർത്തി സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ ഒരുപാട് കാശ് നമ്മുടെ കയ്യിൽ വരും. ഇതൊക്കെ നോർമലി സംഭവം കേട്ടോ, ഇതൊന്നും ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, എന്നാലും ഇൻഷാ അള്ളാ ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. മൂന്നാമതായിട്ട് കണ്ണേറ്. നമ്മുടെ ജീവിതത്തിൽ കണ്ണേറ്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയിൽ കണ്ണേറ് സംഭവിക്കുമ്പോൾ എന്താവും? നമുക്ക് സമ്പത്തിൻ്റെ വരവ് കുറയും. വന്ന സമ്പത്ത് നമുക്ക് ചിലവഴിക്കാൻ കിട്ടാത്ത അവസ്ഥയിലാകും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ ഇൻഷാ അള്ളാ. അപ്പോൾ സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നാൽ നിൽക്കാത്തതിൻ്റെ പ്രധാന കാരണമാണ്. ഇൻഷാ അള്ളാ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു അമലാണ്. ഈ അമൽ നമുക്ക് എങ്ങനെ നമ്മുടെ പണം നമുക്ക് ആവശ്യത്തിന് സേവ് ചെയ്ത് കിട്ടാൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കാം ഇൻഷാ അള്ളാ. ഈ അമൽ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് ശേഷം ഇൻഷാ അള്ളാ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ചെയ്യാനുള്ള സമ്മതം ഞാൻ തന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാ നിങ്ങൾ നല്ല റാഹത്തോടു കൂടി ചെയ്യൂ, വിജയിക്കൂ ഇൻഷാ അള്ളാ. പ്രത്യേകം ദുആ ചെയ്യുക. വെള്ളിയാഴ്ച സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒളുവോടുകൂടി നിങ്ങൾ ഇരിക്കുക. ഒരു പച്ച തുണിയുടെ കഷ്ണം, പട്ടിൻ്റെ കഷ്ണം പറ്റും, ഒരു പച്ച തുണിയുടെ കഷ്ണം എടുത്ത് അതിൽ നന്നായിട്ട് അത്തർ പുരട്ടുക, നല്ല സുഗന്ധം പുരട്ടുക, ഹൂത് പുകയ്ക്കുക ഒക്കെ പറ്റും. ഇത് നല്ല വൃത്തിയുള്ള നല്ലൊരു പട്ടിൽ നല്ല സുഗന്ധം പുരട്ടി അതവിടെ വെക്കുക. അതിന് മുകളിൽ ഒരു 3 ഏലക്കായ, 3 കറുകപ്പട്ട, ഇത് മൂന്നും എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക. പച്ച തുണി, ഏലക്കായ, കറുവപ്പട്ട, ഇതെടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 11 തവണ ലി ഇലാഫി ഖുറൈശ് എന്ന് പറയുന്ന സൂറത്ത് ഓതുക. ഓരോ പ്രാവശ്യവും ഈ സൂറത്ത് ഓതിക്കഴിയുന്ന സമയം ദുആ ചെയ്യുക. ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ പറയാം, അല്ലാ ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, എങ്ങനെ, അള്ളാഹുവെ ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പടച്ചോനെ ഞാൻ ഈ ചെയ്യുന്ന അമല് കാരണം, സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന അമല് കാരണം ഇന്ന് തൊട്ട്
എൻ്റെ സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എൻ്റെ കയ്യിൽ പണം നിൽക്കുന്നില്ല, ഇന്നു മുതൽ എനിക്കത് ഉപകാരപ്പെടുന്ന ഒരു അമലായി എൻ്റെ കയ്യിൽ ധാരാളം പണം വരാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യുക. അങ്ങനെ ഓരോ സൂറത്ത് ഓതി കഴിയുമ്പോഴും ദുആ ചെയ്യുക. 11 തവണ ലീലാഫി ഖുറൈശ് ഓതണം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു കിഴിയാക്കിയിട്ട് നല്ല രീതിയിൽ കെട്ടുക. കെട്ടിയിട്ട് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാരയാകാം, അതേപോലെ തന്നെ നിങ്ങളുടെ വലിപ്പ് നമ്മൾ കച്ചവടം നടക്കുന്ന സ്ഥലമാവാം, വീട്ടിലുള്ള എന്തെങ്കിലും സ്ഥലമാവാം, നിങ്ങൾ പണം എടുത്ത് വെക്കുന്ന ഏത് സ്ഥലവും പറ്റും. ആ സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെക്കുക ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടിപ്സും കൂടി പറഞ്ഞുതരാം. ഇത് ചെയ്ത് വെച്ചതിന് ശേഷം യാ റസാഖു യാ അള്ളാ എന്നുള്ള ഇസ്മ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ തവണ ആളുകൾക്ക് പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മളിത് ചൊല്ലുക. ഇപ്പോൾ നമ്മൾ കടയിൽ പോവുകയാണ്, കടയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു പഞ്ചസാരയും കാര്യങ്ങളൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ ഒരു 110 രൂപ എന്ന് പറഞ്ഞാൽ പൈസ നമ്മൾ കൊടുക്കുമ്പോൾ അത് അവർക്ക് കൊടുക്കുമ്പോൾ മനസ്സിൽ യാ റസാഖു യാ അള്ളാ, അങ്ങനെ പതുക്കെ മനസ്സിൽ യാ റസാഖു യാ അള്ളാ എന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കുക. അതേപോലെ തന്നെ പൈസ മേടിക്കുമ്പോൾ യാ റസാഖു യാ അള്ളാ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്നും പോയ പണം അതുപോലെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും യാ റസാഖ് യാ അള്ളാ യാ റസാഖ് യാ അള്ളാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വലത്തെ കൈ കൊണ്ട് പണം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുക. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ, വലിയ വിജയം നിങ്ങൾക്കുണ്ടാവും. ഒരു ദിവസം 2 ദിവസം ചെയ്ത് കണ്ട ഇത് പോരട്ടാ അങ്ങനെ പറയരുത്. നിങ്ങളിത് ചെയ്യാൻ കുറച്ച് ദിവസം ഏത് അമലും നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോഴേ അതിനൊരു പവർ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ, വിജയിക്കും ഇൻഷാ അല്ലാ. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, ഇത് ചെയ്ത് വെച്ചതിന് ശേഷം ദിവസം ഷോപ്പോ വീടോ എവിടെയാണോ നിങ്ങളത് വെച്ചത് അവിടെ ഇരുന്നിട്ട് ഒരു 11 തവണ ലീലാഫി ഖുറൈശ് എന്ന് പറയുന്ന സൂറത്ത് ദിവസവും പതിവാക്കുക. ഇൻഷാ അല്ലാ വലിയ വിജയം നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളിത് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് അൽഹംദുലില്ലാ റാഹത്താകുന്നുണ്ട്, കുഴപ്പമില്ല, ആ ഉസ്താദ് പറഞ്ഞ അമലിന് ശേഷം കുറച്ചൊക്കെ പൈസ കയ്യിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഒരുപാട് സമ്പത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള അനാഥരെ അല്ലെങ്കിൽ യതീമായ ആളുകളെ, തെരുവിൽ കഴിയുന്നവരെ നിങ്ങൾ സ്വതക്ക കൊടുത്ത് സഹായിക്കുക. അള്ളാഹു നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും ഹലാലായ മുറാദ് എല്ലാം ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറേ ദിവസമായി നമ്മുടെ വീഡിയോ കേട്ടിട്ട് ഇൻഷാ അല്ലാ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്നാൽ ഇൻഷാ അല്ലാ നല്ലൊരു അമലും കൊണ്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.